ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കുട്ടീസിന് ഭയങ്കര ഇഷ്ടാട്ടോ ചോക്ലേറ്റ് കേക്ക്. എപ്പോഴും പുറത്തുനിന്ന് വാങ്ങാറിന് നടക്കില്ലല്ലോ, അപ്പോൾ ഞാൻ ഒന്ന് വീട്ടിലുണ്ടാക്കിയതാ. 250 ml മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇവയെല്ലാം ചേർത്തിട്ട് 3 വട്ടം തരിക്കണം കേട്ടോ. നന്നായി തരിച്ചെടുത്തിട്ട് ആ പൊടി മാറ്റി വെക്കുക. മറ്റൊരു പാത്രം എടുത്തിട്ട് അതിൽ തീരെ വെള്ളമൊന്നും ഉണ്ടാവരുത്. ആ പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചത് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് എടുക്കുക. അത് കുറേശ്ശെ ഇട്ട് നന്നായി ബീറ്റ് ചെയ്യുക. നന്നായി പൊങ്ങി വന്നതിന് ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വീണ്ടും ബീറ്റ് ചെയ്യുക. ഇതിന് ശേഷം അരിച്ച് മാറ്റി വെച്ച മിക്സ് എടുത്ത് കുറേശ്ശെ ഇട്ട് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുക. ബീറ്റ് ചെയ്യാൻ പാടില്ലേ. പൊടി മുഴുവനും കുറേശ്ശെ ഇട്ട് ഇങ്ങനെ തന്നെ ചെയ്യുക. അവസാനം 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെക്കുക. ശേഷം അതിലേക്ക് ഈ ബാറ്റർ ഒഴിക്കുക. ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ആവാൻ വെക്കുക പാന്. ശേഷം കേക്ക് ടിൻ അതിലേക്ക് ഇറക്കി വെക്കുക. 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഉള്ളി ശരിക്കും പാകമായോ എന്ന് നോക്കാൻ ഇതുപോലെ ചെയ്താൽ മതി. കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലെ മാറ്റി വെക്കുക. ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒഴിവാക്കി നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്കുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം. വെള്ളമൊന്നുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കുക. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി ഐസിങ് ചെയ്യാവുന്നതാണ്. എനിക്ക് പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യാൻ അറിയില്ലെങ്കിലും ഈ ചോക്ലേറ്റ് കേക്കിന് ഐസിങ്ങിന് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ലെയർ വെക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുക. ഞാൻ കുറേശ്ശെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. എന്നിട്ട് ഇതേപോലെ ക്രീം പുരട്ടുക. ശേഷം മറ്റൊരു ലെയറും വെക്കുക. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാം. അതിനാവശ്യമായത് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് ഇതേപോലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി ഇതേപോലെ ക്രീം ആവുമ്പോൾ അത് കേക്കിലേക്ക് ഒഴിക്കുക. ഒഴിക്കുന്നതിന് മുമ്പ് കേക്ക് ആദ്യം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിക്കണം. ഇങ്ങനെ കേക്കിന് മുഴുവനായിട്ടും ആ ചോക്ലേറ്റ് ക്രീം ഒഴിക്കുക. ശേഷം ഫ്രിഡ്ജിൽ 4 മണിക്കൂർ വെക്കാവുന്നതാണ്. എന്നിട്ട് കഴിക്കാം. എന്നെപ്പോലെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുള്ള കേക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.